ചുരുക്കി പറഞ്ഞാൽ രണ്ടും കൊണ്ടുപോകണം. ഈ വേനലവധി സമയത്ത് മക്കൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നൊക്കെ പഠിപ്പിക്കാം. തങ്ങൾ പറഞ്ഞുവല്ലോ, സ്ത്രീകൾക്ക് നിങ്ങൾ തയ്യൽ പരിശീലിപ്പിക്കണേ. വൽ മേസല ഹബീബുനാ റസൂലുള്ളാഹി വനിഅമ ലഹുൽ മുഅ്മിനതി അൽ മിഅ്സലു ശഫീഉനാ റസൂലുള്ളാഹി. പെൺകുട്ടികൾക്ക് എത്ര ആനന്ദം നൽകുന്നതാണ് തയ്യൽ പരിശീലനം. അത് നിങ്ങൾ അവരെ കൊണ്ട് നടത്തണേ എന്നും ഹബീബുനാ റസൂലുള്ളാഹി ഹദീസാണ്. വനിഅമ ലഹുൽ മുഅ്മിനതി അൽ മിഅ്സലു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. പെൺകുട്ടികൾക്ക് തയ്യൽ പരിശീലനം കൊടുക്കുക. ഒന്നില്ലെങ്കിലും അവരുടെ ഡ്രസ്സുകൾ ചുരിദാറാകട്ടെ മിഡിയും ടോപ്പാകട്ടെ അവരുടെ ഡ്രസ്സുകളെ തിരക്കെ തന്നെ തയ്ച്ച് ഇപ്പം അതുണ്ടല്ലോ നല്ല വ്യത്യസ്തമായ നല്ല വസ്ത്രങ്ങളൊക്കെ തയ്ക്കുന്ന, കുട്ടികളുടെ വസ്ത്രങ്ങൾ തയ്ക്കുന്ന, ഭർത്താവിന്റെ വസ്ത്രം തയ്ച്ചു കൊടുക്കാൻ പറ്റുന്ന ആ നിലയ്ക്ക് എല്ലാ ഡ്രസ്സുകളും തയ്യൽ പരിശീലനം നടത്തുക പെൺകുട്ടികൾ. അങ്ങനെ സ്വന്തമായി തയ്ക്കുന്ന തയ്യൽ കടയൊക്കെ സ്വന്തമായിട്ടുള്ള എത്രയോ സഹോദരിമാരുണ്ട്. അൽഹംദുലില്ലാഹ് ഇന്ന് തന്നെ എത്രയോ ഷോപ്പുകൾ ആ രീതിക്ക് നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. നമ്മുടെ സഹോദരിമാരുടെ തന്നെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതൊക്കെ വളരെ ഹൈറാണ്. സ്വന്തമായി ജീവിതത്തിൽ ഉപജീവന മാർഗം അവർ അതിലൂടെ കണ്ടെത്തുക. അപ്പൊ തയ്യൽ പരിശീലനം അതൊന്നും അനിസ്ലാമികമായിട്ട് ചില ആളുകൾ കാണുന്നുണ്ട്. ഇസ്ലാമികമാണത്. സ്ത്രീകളെ ചില ആളുകൾ മനസ്സിലാക്കുന്നത് പർദ്ദ ധരിച്ച വീടിന്റെ അകത്തളങ്ങളിൽ അവർ 24 മണിക്കൂർ തസ്ബീഹ് ജപമാലയുമായിട്ട് അവരുടെ മുഖവും ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും മറച്ച് വീടിനുള്ളിൽ തളച്ചിടപ്പെടുന്നു എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. പുരുഷന്മാരോ അവർ അതേപോലെ തന്നെ ഇത്തികാഫ് നിയ്യത്ത് വെച്ചുകൊണ്ട് 24 മണിക്കൂറും പള്ളിക്കുള്ളിൽ തന്നെ തസ്ബീഹ് പിടിച്ചുകൊണ്ട് ദിക്റിലായി അല്ലാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സദാസമയവും ഖുർആൻ ഓതിയും നിസ്കരിച്ചും നോമ്പ് നോറ്റും ഒക്കെ തന്നെ നിലകൊള്ളണം എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. മുസ്ലിമീങ്ങളെ വല്ലാതെ ക്രൂശിക്കുന്നുണ്ട്. അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത മതമാണ്. ഞങ്ങളിത് ആ സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയപരമായും സാമുദായികപരമായും പല ആളുകളും സംസാരിക്കുന്നുണ്ട്. അതൊക്കെ വളരെ കടുത്ത തെറ്റാണ്. അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം പോലെ മാന്യമായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മതം മറ്റൊന്നുമില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. പിന്നെ നിങ്ങൾ പറയുന്നതാകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ചില ആളുകൾ പറയുന്നതാകുന്ന സ്വാതന്ത്ര്യം അത് കപടതയാണ്. സ്വന്തം ശരീരത്തിൽ മറച്ചു വെക്കേണ്ടതാകുന്ന നഗ്നതകളെ തുറന്നു കാട്ടി മറ്റുള്ള പരപുരുഷന്മാർക്ക് മുന്നിൽ തോന്നിവാസം പോലെ ഉടുതുണി അഴിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് രാത്രിയിൽ നിലകൊണ്ട് ഞങ്ങളുടേതാകുന്ന ശരീരത്തിന്റെ ഭാഗങ്ങളെ മറ്റുള്ളവരെ കാണിച്ചിട്ട് അതിലൂടെ പൈസ ഞങ്ങൾക്ക് പിണങ്ങണമെന്ന് പറയുന്നതാകുന്ന പ്രവണത അത് പരിശുദ്ധ ഇസ്ലാം ശക്തമായി എതിർത്തതാണ്. അതൊരു സ്ത്രീക്ക് ചേർന്നതുമല്ല. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഏറ്റവും വലിയ കുത്തരങ്ങും അതാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകും. കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസ് ചാനലിലൊക്കെ വന്നിരുന്നു. ഏകദേശം 20,000-ലധികം സഹോദരങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഇക്കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ കാണാൻ അവരുടേതാകുന്ന ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ പൈസ കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാ മാസവും അക്കൗണ്ടിൽ നിന്ന് 399 രൂപ 400 രൂപ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 10 മണി വരെ അവരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കും. ഇത് കണ്ട് റാഹത്തായി സായുജ്യമണിയും. എല്ലാ ദിവസവും പിറ്റേ ദിവസവും അത് തന്നെ. ഇതിങ്ങനെ ഡെയിലി കാണാൻ വേണ്ടി 400 രൂപ കൊടുത്തിട്ട് 10-20,000 ആളുകൾ 20,000 ആളുകൾ 400 എത്ര രൂപയായി? ഏകദേശം 80 ലക്ഷം രൂപയാണ് ആ പെണ്ണിന് ഒരു മാസത്തെ വരുമാനം. 80 ലക്ഷം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പുതിയ തലമുറ അങ്ങനെ മാറുകയാണ്. ഞാൻ ആ പേരും പേരൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം സബ്സ്ക്രൈബറിന്റെ എണ്ണം കൂടും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് മേടിച്ചിട്ട് ഏതാ വേണ്ടെന്നും ചാനലൊന്നും പറയുന്നില്ല. നാവിൻ തുമ്പിലുണ്ട്. കഴിഞ്ഞ ദിവസം ചാനലിൽ വന്നതാണ്. വളരെ ശ്രദ്ധിച്ച ഒരു വാർത്തയാണ്. പറയാൻ ഭയക്കുന്നു. കാരണം ഇത് ഓൺലൈനിലൂടെയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോയേക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയത്തുൽ ഇത്തികാഫ് ഇങ്ങോട്ടിരിക്കും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് പുതിയ തലമുറ. താല്പര്യം അതാണ്. എവിടേക്കാണെന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നു, നിരീക്ഷകർ പറയുന്നു, വരും തലമുറകൾ മുഴുവനും ഇത്തരത്തിലുള്ള കാഴ്ചക്കാരായി മാറും. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാകുന്ന സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൃത്തിഹീനമാകുന്ന കാഴ്ചയിലേക്ക് നമ്മുടെ തലമുറകൾ എത്തിപ്പെടും. ആലോചിച്ച് നോക്ക്. നിങ്ങൾ അടച്ചിട്ട ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ ഇക്കിളിപ്പെടുത്താൻ ഒരു മൊബൈലിലൂടെ എടുക്കുന്നതാകുന്ന വീഡിയോ ക്ലിപ്പിലൂടെ ഒരു പെണ്ണിനെ സാധിക്കാൻ ലോകം മുഴുവനും അവരുടെ കൈകളിലേക്ക് വരിക. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പുതിയ യുവാക്കളും യുവതലമുറയും അത്തരത്തിലുള്ള കാഴ്ചക്കാരായി മാറി. ഇത് തിരുത്തി കൊടുക്കുന്ന ഉസ്താദുമാർക്കെതിരെ ക്രൂശനവുമായി അവരെ ക്രൂശിക്കുന്ന തലമുറയെ മാറും. വേറെ ജോലി ചെയ്യുന്നില്ല മുസ്ലിയാർക്ക്. വേറെ ആയത്ത് ഹദീസ് ഓതിക്കൂടെ? എന്തിനാ ഇത് പറയുന്നത്? നമ്മുടെ കഞ്ഞൂടി മുട്ടിക്കുവാണല്ലോ എന്ന രീതിക്ക് സംസാരിക്കുന്ന ആളുകൾ.
അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഇത് പറഞ്ഞു കൊടുക്കലാണല്ലോ ദീൻ. മുസ്ലിം സമുദായത്തിലെ ഇത്തരത്തിലുള്ളതാകുന്ന സഹോദരങ്ങൾക്ക്, പുതിയ തലമുറകൾക്ക് ആത്മീയമാകുന്ന ഊർജ്ജം പകരാണ് ഇത്തരത്തിലുള്ള ആത്മീയ വേദികൾ. അള്ളാഹു നമ്മുടെ സദസ്സുകളെ സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണ്? ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കാൻ. ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണ്? കോടിക്കണക്കിന് സമ്പത്ത് ഒപ്പിക്കലാണോ? അല്ല. വലിയ വീട് പണിയലാണോ? ചില ആളുകൾ അങ്ങനെ കരുതുന്നുണ്ട്. വർഷങ്ങളോളം പ്രവാസ ജീവിതം നയിച്ച് നാട്ടിൽ വന്നിട്ട് പടുകൂറ്റൻ മണിമാളികൾ പടുതുയർത്തിക്കൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. ഈ ഭൂമിയിൽ നിങ്ങൾ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിച്ചിട്ടിട്ട് നാട്ടിൽ തന്നെ ഏറ്റവും വലിയ അറിയപ്പെട്ടതാകുന്ന മുതലാളിയായി ചമഞ്ഞുകൊണ്ട് നടക്കലാണോ? ആണോ വേണ്ടത്? അതുമല്ല. ഖത്തറിലും യുഎഇയിലും ബഹ്റൈനിലും ഒമാനിലും സൗദിയിലും എന്ന് വേണ്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വലിയതാകുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പടുത്തുയർത്തുകയും അതിലൊക്കെ ഭാഗമാക്കുകയും വലിയ വലിയതാകുന്ന സൂപ്പർ മാർക്കറ്റുകളും ഗ്രോസറികളും പണിതിട്ട് അതിൻ്റെതാകുന്ന ഷെയർ ബിസിനസ് നടത്തി അതിലൂടെ കോടികൾ ഉണ്ടാക്കലാണോ? ഒന്നുമല്ല. ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നല്ല തലമുറയെ സമ്മാനിക്കലാണ്. നമ്മുടെ മക്കളെ നന്നാക്കുക, അടുത്തൊരു തലമുറ ജനറേഷനെ നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. നമുക്ക് 5 മക്കളുണ്ട്. അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. 5-6 മക്കളുണ്ട്. ഇതിൽ എത്ര പേര് സാലിഹായ മക്കളാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അവൻ ഗുണപ്പെടും. നാളെ മരിച്ചു പോകുമ്പോ എന്റെ ഖബറിന്റെ ചാരത്ത് ഇവൻ വരും. ഈ മകള് എന്നെ മറക്കില്ല, മരിച്ചാലും എനിക്ക് വേണ്ടി ആശീർവാദമെന്ന് പറയാൻ ഉമ്മമാരെ ഉപ്പമാരെ നമുക്കൊരു മകനുണ്ടോ, ഒരു മകളുണ്ടോ? എന്റെ ചോദ്യം. ഒരാള് മതി നമുക്ക്. കിട്ടുമോ? നമുക്ക് 5-6 ഉണ്ടല്ലോ. കാര്യമായിട്ട് നമ്മളിങ്ങനെ ഭക്ഷണം കൊടുത്ത് രാവും പോലും കൊണ്ടു നടക്കാണ് കൂടെ. ഇവരാരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇമാമിങ്ങൾ പറയുന്നു, ഒരാൾ അവന്റെ ജീവിതത്തിൽ ചെയ്തു വെക്കേണ്ട അമലുകളിൽപ്പെട്ടതാണ് ഇതാഖത്തുസ് സുഗറ വ ഇതാഖത്തുൽ കുബറ. നമ്മൾ ഖുർആൻ ഖത്മ തീർക്കുന്നവരാണ്. നമ്മൾ റമദാനിൽ ഖത്മ തീർത്ത ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. എല്ലാവരുടെയും ഖത്മുകളെ, അമലുകളെ, നോമ്പുകളെ, സകാത്തുകളെ, ഉംറകളെ ചെയ്തിട്ടുള്ള എല്ലാ പുണ്യങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും നമുക്ക് ധാരാളം പ്രാവശ്യം ഖുർആനുമായിട്ടുള്ള ബന്ധം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, 70,000 തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ ദിക്ർ ഓരോരുത്തരും സ്വന്തമായി അവനവന്റെ സ്വന്തം ശരീരത്തിനെ, നഫ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചൊല്ലിത്തീർക്കണമെന്ന് ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കൊക്കെ ചെയ്യുന്നതൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ല ഈ പറയുന്നത്. അതൊക്കെ ഇസ്ലാമികമാണ്, അഹ്ലുസുന്നയുടെ പ്രവണതയാണ്. അതൊക്കെ നമ്മളൊക്കെ ചെയ്തു വരുന്ന അമലാണ്. നമുക്ക് സ്വന്തമായിട്ട് അവനവന്റെ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നരകീയ മോചനപത്രത്തിന് ഹേതുവാകുന്ന ഇതാഖത്തുസ് സുഗറയിൽ ഇമാമികൾ രേഖപ്പെടുത്തിയതാണ് 70,000 തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 70,000 പ്രാവശ്യം സ്വന്തമായി നമുക്ക് വേണ്ടി ചെയ്തു വെക്കണം. ചെയ്യാൻ തയ്യാറാണോ? നമ്മൾ നിസ്കാരം കഴിഞ്ഞൊരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്ഥലത്ത് പിന്നെ നിസ്കരിക്കാൻ തന്നെ പോവില്ല സുന്നികളായ നമ്മൾ. കാരണം എന്താ? അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 സ്വലാത്ത്, വേറെ ജോലിയൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട, നിസ്കരിക്കാൻ തന്നെ അവിടെ പോകുന്നത്. സുന്നികളായ നമ്മുടെ അവസ്ഥയാണ്. നിസ്കാരം കഴിയുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ആചാര്യ ഇറങ്ങിപ്പോയി ചോറ് കഴിക്കാൻ പോവാണ്. ആചാര്യക്ക് ധൃതി. 5 മിനിറ്റേ ഉള്ളൂ ഈ ദുആ എല്ലാം കൂടി. 5 മിനിറ്റ് ഇല്ല. ഈ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാൻ പിന്നെ ആർക്കാ ഇത് വേണ്ടത് വെച്ചിരിക്കുന്നു? സുന്നികളായ നമുക്കൊരു താല്പര്യമില്ല. നമ്മൾ ചാടി ഇറങ്ങി പോവാണ്. സ്കൂട്ടർ എടുത്തിട്ട് വെളിയോട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ ഒരുത്തം വന്ന് വർത്താനം പറയാൻ. ഇവിടെ പള്ളിക്കകത്ത് ദുആ നടക്കുന്നു, അവിടെ 10 മിനിറ്റ് കഥ പറയാൻ നമുക്ക് വിഷയമില്ല. നമ്മളെ പിശാച് വല്ലാതെ പിടിച്ചുപോയി സഹോദരങ്ങളെ. പിശാചിന്റെ കരവേലത്തിൽ മുറുകിപ്പോയി. അതുകൊണ്ട് ആ ദിക്റിനൊക്കെ മഹത്വം കാണും. ആ ഇബാദത്തുകൾക്ക് വലിയ ശ്രേഷ്ഠതയുടെ മഹത്വം കാണും.